ഈ ബുദ്ധിവൈഭവം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായാണോ പ്രതികൂലമായാണോ എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കും. ഞാൻ നിങ്ങളെ ചെറിയൊരു കാര്യം പഠിപ്പിക്കാം. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്കൊരിക്കലും ലഭ്യമാവുമെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ബുദ്ധിവൈഭവം നിങ്ങളുടേതായി മാറും. ആധുനിക ശാസ്ത്രം ഇന്ന് ഒരു പുതിയ കാര്യത്തിനെ തിരിച്ചറിയുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ശൂന്യതയ്ക്ക് ഒരു നിശ്ചിത ബുദ്ധിവൈഭവമുണ്ട്. ഈ ബുദ്ധിവൈഭവം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായാണോ പ്രതികൂലമായാണോ എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കും. നിങ്ങൾ വളരെ സന്തോഷകരമായി ഒരു ജീവിതം നയിക്കുമോ അതോ ഒരായുസ് മുഴുവൻ ചുറ്റുമുള്ളവരുമായി കലഹിച്ച് ജീവിച്ചു തീർക്കുമോ എന്ന്. ഇതെല്ലാം ഈ ശൂന്യതയുടെ ബുദ്ധിവൈഭവം നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു കാരണവും കൂടാതെ തന്നെ ജീവിതം ആളുകളെ പിടിച്ചുലയ്ക്കാറുണ്ടല്ലേ? ഒരു കാരണവും കൂടാതെ ചിലർ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നത് കാണാറില്ലേ? എന്നാൽ അത് കാരണം കൂടാതെയൊന്നുമല്ല. അതൊരു പ്രത്യേക കഴിവാണ്. ബോധപൂർവമോ അല്ലാതെയോ ലഭിക്കുന്ന ഒരു കഴിവാണത്. ഈ വലിയ ബുദ്ധിവൈഭവത്തിന്റെ സഹകരണം സ്വീകരിക്കുവാനുള്ള ഒരു കഴിവ്. ഞാൻ ആകാശമെന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ അഞ്ചാമത്തേതാണത്. ശരിക്കും അതിനെ അഞ്ചാമത്തേതെന്ന് വിളിക്കുന്നത് ശരിയല്ല. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് 4 ഘടകങ്ങളും അതിലാണ് വർത്തിക്കുന്നത്. അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആകാശമല്ലെങ്കിൽ ശൂന്യതയാണ്. ഈ ഘടകത്തിലാണ് മറ്റ് 4 ഭൂതങ്ങളും വർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു. ഈ ഉരുണ്ട ഗ്രഹത്തിനു മീതെ നിങ്ങൾക്കറിയില്ലേ, അത് കറങ്ങുന്നുണ്ട്. ഭൂമി കറങ്ങുന്നു, സൗരയൂഥവും എല്ലാം. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇതെല്ലാം അതാത് സ്ഥാനത്ത് നിൽക്കാൻ കാരണം ആകാശമാണ്. നിങ്ങളിവിടെ ഇരിക്കാൻ കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ആസനമുണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല. നിങ്ങൾക്കിവിടെ ഇരിക്കാൻ കഴിയുന്നത് ആകാശം നിങ്ങളെ അവിടെ ഒരു സ്ഥലത്ത് പിടിച്ചിരിക്കുകയാണ്. ആണോ അല്ലയോ? നിങ്ങളുടെ പുറകുകൊണ്ടാണെന്നാണോ വിചാരം? നിങ്ങളുടെ പുറകുവശം കൊണ്ടല്ല. നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് പിടിച്ചിരുത്തുന്നത് ആകാശമാണ്. ആകാശമാണ് ഈ ഭൂമിയെ ഒരു സ്ഥലത്ത് നിൽക്കാൻ സഹായിക്കുന്നത്. ആകാശമാണ് ഈ സൗരയൂഥത്തെ നിൽക്കാൻ സഹായിക്കുന്നത്. ആകാശമാണ് ഈ പ്രപഞ്ചത്തെ ഒരു സ്ഥലത്ത് നിൽക്കാൻ സഹായിക്കുന്നത്. ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സ്ഥിതി ചെയ്യാൻ സഹായിക്കുന്നത് ഈ ആകാശമാണ്. യാതൊരു കയറിന്റെയും ബന്ധനമില്ലാതെ. നോക്കൂ, ഇതുപോലെ എല്ലാത്തിനെയും ഇങ്ങനെ നിലനിർത്താനല്ലേ? അപ്പോൾ ഈ ആകാശം നിങ്ങൾക്ക് ഇതുമായി സംവദിക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ എങ്ങനെ ഈ ആകാശത്തിൻ്റെ സഹകരണം നേടാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിതം മനോഹരമായി മാറും. ഞാൻ നിങ്ങളെ ചെറിയൊരു കാര്യം പഠിപ്പിക്കാം. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. വളരെ ചെറിയ കാര്യം. സൂര്യോദയത്തിന് ശേഷം സൂര്യൻ 30 ഡിഗ്രി ഉയരത്തിലേക്ക്, 30 ഡിഗ്രി എന്ന് പറയുന്നത് ഇതുപോലെയാണ്. 30 ഡിഗ്രി ഉയരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒന്ന് ആകാശത്തിലേക്ക് നോക്കി കൈകൂപ്പി കുമ്പിടുക. ഇന്ന് നിങ്ങളെ ഇവിടെ നിലനിർത്തുന്നതിന് 30 ഡിഗ്രി കഴിഞ്ഞു പോയതിനു ശേഷം പകൽ സമയത്ത് എപ്പോഴാണെങ്കിലും ഇതുപോലെ കൈകൂപ്പി കുമ്പിടുക. വീണ്ടും അസ്തമയത്തിനു ശേഷവും ഒരിക്കൽ കൂടി മുകളിലേക്ക് നോക്കി വീണ്ടും കുമ്പിടുക. മുകളിലുള്ള ഏതെങ്കിലും ദൈവത്തോടല്ല, ശുദ്ധമായ ശൂന്യതയോട്. നിങ്ങളെ ഇന്നിവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഇത് ചെയ്തു നോക്കുക. ഇത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ടെൻഡുൽക്കർ ആകാശത്തേക്ക് നോക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? ടെൻഡുൽക്കർ മാത്രമല്ല, പണ്ട് മുതലേ അങ്ങനെയാണ് ചെയ്യുന്നത്. മനുഷ്യനെന്തെങ്കിലും നേടിക്കഴിയുമ്പോൾ, യുദ്ധത്തിലോ വിജയത്തിൻ്റെ ഏതെങ്കിലും നിമിഷങ്ങളിലോ, കാരണം അറിയാതെ തന്നെ അവിടെ ഒരു തിരിച്ചറിവുണ്ട്. ശരിയാണ്, ചിലരൊക്കെ നോക്കുന്നത് മുകളിലിരിക്കുന്നവരെ ആയിരിക്കും.
എന്നാൽ മിക്കവരും അവർ വലിയൊരു കൊടുമുടി താണ്ടിയാൽ മൗണ്ട് എവറസ്റ്റ് അവരിൽ നിന്നും അത് സ്വാഭാവികമായി വരും. കണ്ടിട്ടില്ലേ? അത് ഭാവസ്പന്ദയിലോ സംയമയിലോ നിങ്ങൾ വലിയൊരു അനുഭവത്തെ തൊട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങളുടെ ശരീരം ഒരു നന്ദി സൂചകമായി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യും. കാരണം എവിടെയോ ഒരു തിരിച്ചറിവുണ്ട്. അതിനെ തിരിച്ചറിയുന്ന ഒരു ദീക്ഷണ ഇവിടെയുണ്ട്. ബോധപൂർവം നിങ്ങൾ ഇത് 3 തവണ ചെയ്തു നോക്കുക. അതിൻ്റെ സഹകരണം നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയാൽ ജീവിതം വിസ്മയകരമായി മാറാൻ തുടങ്ങും. നിങ്ങൾക്കൊരിക്കലും ലഭ്യമാവുമെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ബുദ്ധിവൈഭവം നിങ്ങളുടേതായി മാറും. കാരണം നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമായ ഒരു ബുദ്ധിവൈഭവം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? പ്രവർത്തിക്കുന്നില്ലേ? അതേ ബുദ്ധിവൈഭവമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിയിരിക്കുന്നത്. ആ ബുദ്ധിവൈഭവമാണ്, അതുതന്നെയാണ് ഈ സൃഷ്ടിയുടെ ഗർഭപാത്രം. ആ ബുദ്ധിവൈഭവത്തിൻ്റെ ഗർഭപാത്രത്തിലാണ് ഈ സൃഷ്ടി മുഴുവനും നടക്കുന്നത്. അതൊരിക്കലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെടില്ല. അതിലേക്കുള്ള വഴി അടഞ്ഞിരിക്കുകയല്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കിയിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഈ ചെറിയ സത്വബോധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഹോർമോണുകൾ, അവയെല്ലാം നിങ്ങളെ വ്യാപൃതരാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആകാശത്തിലേക്ക് നോക്കുന്നതിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അതീതമായതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ മായ എന്ന് വിളിക്കുന്നത്. ഇതാണ് മായ. അല്ലാതെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നത് മായയല്ല. ഇത് മാത്രമാണ് മായ. അതായത് ഏറ്റവും മനോഹരവും അതിഗംഭീരവുമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾ നിങ്ങളെ വ്യാപൃതരാക്കി നിർത്തിയിരിക്കുകയാണ്. മറ്റുള്ളവയേക്കാൾ എന്തുകൊണ്ടും യഥാർത്ഥമായത് അവയാണ് എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, വളരെ അതിശയകരമായ കാര്യങ്ങൾ ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വളരെ അത്ഭുതകരങ്ങളായ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വളരെ ചെറിയൊരു ചിന്തയുടെ വളരെ ചെറിയൊരു വിര നിങ്ങളുടെ തലച്ചോറിലൂടെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അത് നിങ്ങളെ വ്യാപൃതരാക്കിയിരിക്കുകയാണ്. ശരിയോ തെറ്റോ? അതാണ് മായ. നിങ്ങളും മനസ്സിലാക്കണം.